നല്ല പഫി ആയിട്ടുള്ള ഒരു സ്ലീവ് വെട്ടി തയ്ക്കാൻ പോവാണേ. ഞാനിവിടെ സ്ലീവ് വെട്ടിയിട്ടുണ്ട്. ഇത് കൊച്ചു പിള്ളേർക്കൊക്കെ സ്കേർട്ട് ബ്ലൗസും ഒക്കെ തയ്ക്കുമ്പോൾ ബ്ലൗസിന് നമുക്ക് സാധാരണ ഇങ്ങനെ ഭംഗിയുള്ള സ്ലീവൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ബ്ലൗസിൻ്റെ സ്ലീവ് നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ രണ്ടായിട്ട് മടക്കണം. രണ്ടായിട്ട് മടക്കിയിട്ട് അതിൻ്റെ നടുക്കൂടെ നമ്മളൊരു ലൈൻ വരയ്ക്കണം. നമ്മൾ 1 ഇഞ്ച് വീതിയിലാണ് ഞാൻ ലൈൻ വരയ്ക്കുന്നത്. അത് രണ്ട് പുറത്തും വരത്തക്ക വിധത്തിൽ നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളതങ്ങ് തയ്ക്കുക. ഒറ്റ തയ്യൽ നമ്മൾ തയ്ച്ച് വിട്ടാൽ മതി. അത് നമ്മൾ തയ്ക്കുമ്പോൾ ഒരു വര ഇടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആ മാർക്ക് ചെയ്യുന്നതിലൂടെ തന്നെ വരയ്ക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും വളഞ്ഞു പോയാൽ അത് ഭംഗി കിട്ടത്തില്ല. അപ്പോൾ നമ്മളത് നേരെ ഒന്ന് താഴെ വരെ നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മളത് നിവർത്തെടുക്കുമ്പോൾ നമുക്കറിയാം ഈ നടുക്ക് ഭാഗം ഇങ്ങനെ പൊങ്ങിയ പോലെ വരും. 2 സൈഡിൻ്റെ നമ്മൾ മടക്കിയിട്ടല്ലേ. അപ്പോൾ ആ നടുക്ക് കറക്റ്റ് എൻ്റെ സെൻട്രൽ പോയിൻറ്റിലാണ് നമ്മളിത് വരുന്നത്. അപ്പോൾ നമ്മളതൊന്ന് തയ്ച്ചതിന് ശേഷം നിവർത്തെടുക്കുമ്പോൾ നമുക്ക് അത്രയും ഭാഗം നമുക്ക് നല്ല ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണാം. എന്നിട്ട് നമ്മൾ എന്നെ എടുക്കണം എന്ന് ചോദിച്ചാൽ അതിൻ്റെ തയ്ച്ച ഭാഗം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന നമ്മൾ കൈ കൊണ്ടൊന്ന് ശരിക്കൊന്ന് എടുത്തിട്ട് പ്രസ് ചെയ്യണം. അതിൻ്റെ നടുക്കുവശം ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ 2 സൈഡിലേക്കും കണ്ടോ ഇതുപോലെ വരും. എന്നിട്ട് നമ്മൾ ആ പ്രസ് ചെയ്ത് 2 സൈഡിലേക്കും ഒരുപോലെ മടക്കിയിട്ട് നമുക്ക് ആ 2 സൈഡിൻ്റെ അറ്റം ഒന്ന് അടിക്കണം. അതിങ്ങനെ പതുങ്ങിയിരിക്കാൻ വേണ്ടിയാണ്. 2 സൈഡിൻ്റെ ഒറ്റ പ്രാവശ്യം ഒരു അടി അടിച്ച് വെച്ചാൽ മതി. 2 സൈഡിൻ്റെ അറ്റം വഴി നമ്മളൊന്ന് അടിക്കണം. ഇവിടെ അടിക്കുന്ന പോലെ തന്നെ താഴത്തെ സൈഡിൽ നമ്മളൊന്ന് അടിച്ച് കഴിയുമ്പോൾ അതാ ശരിക്കും ഷേപ്പിൽ അങ്ങ് ഇരുന്നോളൂ. അതങ്ങനെ പതിഞ്ഞിരുന്നോളൂ. നമ്മളങ്ങനെ പതിച്ച് 2 സൈഡ് അടിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകൾ വശത്തെ സ്ലീവിൻ്റെ കൈക്കുഴിയുടെ വശമല്ല, അതിൻ്റെ മുകൾ വശത്ത് നമ്മൾ ഒരു 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ ഒരു തുണി വെട്ടിയെടുത്ത് അതിൻ്റെ കുറച്ച് അതിൻ്റെ കറക്റ്റിനുള്ള നീളം മതി കേട്ടോ. ഒരു തുണി വെട്ടിയെടുത്തിട്ട് നമ്മളതൊന്ന് എടുക്കുക. അടിച്ചതിന് ഇങ്ങേയറ്റം വരെ നമ്മൾ അടിക്കണേ. ഒറ്റയടി അടിച്ച് വെച്ചാൽ മതി. ഒറ്റ പ്രാവശ്യം അടിച്ചതിന് ശേഷം നമ്മൾ ആ അടിച്ച് വെച്ച തുണിയൊന്ന് മറിച്ചിട്ടിട്ട് പുറങ്കാണി അടിക്കണ്ട കേട്ടോ. മറിച്ചിട്ടിട്ട് അതൊന്ന് മടക്കണം. മടക്കിയിട്ട് പടി പോലെ കൈയുടെ അറ്റത്ത് വെക്കുക. ഒരു പ്രാവശ്യം അടിച്ചെടുത്തതിന് ശേഷം നമ്മളതൊന്ന് അകത്തേക്ക് മടക്കി വെക്കുക. എന്നിട്ട് ഒരേപോലെ വേണം, എല്ലാറ്റും ഒരുപോലെ തന്നെ ഒന്ന് മടക്കിയിട്ട് നമ്മൾ ആ മടക്കിൻ്റെ അകത്തേക്ക് ഒരു പ്രാവശ്യം ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് മടക്കിയാൽ മതി. എന്നിട്ട് നമ്മൾ അതിൻ്റെ പുറമേ കൂടി ഒന്ന് അടിക്കുക. അപ്പോൾ നമ്മൾ കൈ മടക്കി അടിച്ച് അത് ഒരേ നീളത്തിൽ ഒരേ വീതിയിൽ വേണം കേട്ടോ. ഒരിടത്ത് കൂടിയും കുറഞ്ഞും പോകരുത്. ഒരേ വീതി എടുത്ത് നമ്മളൊന്ന് അടിച്ചതിന് ശേഷം അത് നമ്മൾ എടുക്കുക. ഇങ്ങനെ കൈയുടെ അറ്റം നമ്മളൊന്ന് മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ആ മടക്കി പതിച്ച് വെച്ചില്ലേ, അതിൻ്റെ കറക്റ്റ് സെൻറ്റർ എടുത്ത് 2-3 ചെറിയ ചുളുക്ക് പോലെ, അല്ലെങ്കിൽ നമ്മളെ നുറിവെടുക്കുന്ന പോലെ ഒരു 2-3 എണ്ണം നുറിവെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ അവിടെ ചെയ്യാം. ഞാനിവിടെ ഒരു മുത്ത് ഒരു കറുത്ത തുണിയിൽ ഒരു ബട്ടർഫ്ലൈയുടെ ഷേപ്പിലാക്കി അതിനകത്ത് വെച്ചിട്ട് ഞാനൊരു സൂചി നൂലും കൊണ്ട് തയ്ച്ച് പിടിപ്പിക്കുവാണേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്ത് വേണമെങ്കിലും വെക്കാം. ഞാനങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അവിടെ ഒന്ന് ഷോ ബട്ടൺ വെക്കുവാണെങ്കിലും അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഞാനൊരു ബട്ടർഫ്ലൈ പോലെ ഒരു മുത്തെടുത്ത് അതൊരു നെറ്റിൻ്റെ തുണിയിൽ എടുത്ത് വെച്ചതിന് ശേഷം അത് തയ്ച്ച് നമ്മൾ അതിലോട്ട് കൂട്ടിപ്പിടിപ്പിക്കുക. എന്നിട്ട് നമ്മൾ
സൂചി നൂലും കൊണ്ട് കൈകൊണ്ട് നമ്മൾ തയ്ച്ച് അതിലേക്ക് ഒരു കുഞ്ഞു പിള്ളേർക്കൊക്കെ ആകുമ്പം നല്ല ഭംഗിയായിരിക്കും ഈ ബട്ടർഫ്ലൈ പോലെയൊക്കെ ഷേപ്പ് ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ അതിലോട്ട് സൂചി നൂലും കൊണ്ട് ആദ്യം നമ്മൾ ഒന്ന് തയ്ച്ച് ആ ചുളുക്ക് ചുരുക്കിയിട്ടതിനെ ഒന്ന് തയ്ച്ച് എടുത്തതിന് ശേഷം നമ്മൾ ഈ മുത്ത് പിടിപ്പിച്ച് ഈ ബട്ടർഫ്ലൈ അതിലോട്ട് ചേർത്ത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയുണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേർക്കൊക്കെ നമ്മൾ ബ്ലൗസിന് കൈ തയ്ക്കുമ്പോൾ അല്ല അവരുടെ ഉടുപ്പിന് കൈ തയ്ക്കുമ്പോഴോ ഒക്കെ നമ്മുടെ കുഞ്ഞ് പിള്ളേരുടെ സ്കേർട്ടും ബ്ലൗസും ഇല്ലേ അങ്ങനെയുള്ളതോ അല്ലെ അവരുടെ ഉടുപ്പിൻ്റെ കൈക്കൊക്കെ ഇങ്ങനെ ഒരു ചെയ്താൽ നല്ല പഫി ആയിട്ടുള്ള നല്ല സ്ലീവ് നമുക്ക് തയ്ക്കാൻ പറ്റും. നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്താണ്. നിങ്ങൾക്ക് ഇനി വരെ സംശയമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തു. നമുക്കറിയാം, എനിക്ക് തോന്നുന്നത് നല്ല ഭംഗിയായിരിക്കും പിള്ളേരുടെ കൊച്ചു പിള്ളേരുടെ ബ്ലൗസിനോ അല്ലെങ്കിൽ അവരുടെ ഉടുപ്പിനോ ഒക്കെ ഇങ്ങനെ കൈയൊക്കെ വെച്ച് വരുന്ന നല്ല പഫി ആയിട്ടുള്ള നല്ല സ്ലീവ് നമുക്ക് ഇതുപോലെ തയ്ച്ചെടുക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്യാനും മറക്കരുത്. ഞാൻ തയ്യലിൻ്റെ ഒരുപാട് വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്താലേ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ അത് കിട്ടത്തുള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നോ ഉപകാരപ്പെട്ടെന്നോ തോന്നിയെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ.